ഒരു MRI മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ പര്യവേഷണം ചെയ്യാൻ പോവുകയാണ്. വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും ശക്തമായ ഡയഗ്നോസ്റ്റിക് ടൂളുകളിൽ ഒന്നാണ് MRI മെഷീൻ. ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലാതെ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ ഡോക്ടർമാരെ സഹായിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യ, അതിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും അധികം ചെലവുള്ള, പരിപാലിക്കാൻ അതിലേറെ ചെലവ് വേണ്ടിവരുന്ന ഒരു മെഷീൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് പുറപ്പെടുവിക്കുന്ന, സ്കാൻ ചെയ്തെടുക്കാൻ സാധിക്കുന്ന MRI മെഷീൻ. ഒരു MRI അല്ലെങ്കിൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ വിശദമായ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ശക്തമായ കാന്തം, റേഡിയോ തരംഗങ്ങൾ, കമ്പ്യൂട്ടർ എന്നിവ ഉപയോഗിക്കുന്നു. എക്സ്റേ അല്ലെങ്കിൽ CT സ്കാനുകൾ പോലെ MRI ദോഷകരമായ യാതൊരു തരത്തിലുള്ള വികിരണങ്ങളും ഉപയോഗിക്കുന്നില്ല. പകരം അത് നിങ്ങളുടെ ശരീരത്തിലെ ജല തന്മാത്രകളുടെ അതുല്യമായ ഗുണങ്ങളെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം MRI യന്ത്രം ആരംഭിക്കുന്നത് ശക്തമായ ഒരു കാന്തിക മണ്ഡലത്തിൽ നിന്നാണ്. ഈ കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുന്നത് ഒരു സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റ് ആണ്. ഇത് ഇതുവരെ സൃഷ്ടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ കാന്തങ്ങളിൽ ഒന്നാണ്. ഇത് ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തെക്കാൾ 60,000 മടങ്ങ് ശക്തമാണ്. നിങ്ങൾ MRI സ്കാനറിനുള്ളിൽ കിടക്കുമ്പോൾ കാന്തിക ക്ഷേത്രം നിങ്ങളുടെ ശരീരത്തിലെ ഹൈഡ്രജൻ ആറ്റങ്ങളെ, പ്രധാനമായും വെള്ളത്തിലും കൊഴുപ്പിലും കാണപ്പെടുന്ന ഹൈഡ്രജൻ ആറ്റങ്ങളെ ഫീൽഡുമായി വിന്യസിക്കാൻ കാരണമാകും. MRI ഇമേജിംഗിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ പ്രധാന റോൾ വഹിക്കുന്നതിനാൽ ഇത് വളരെയേറെ പ്രധാനമാണ്. ഘട്ടം 2-ൽ MRI മെഷീൻ ഒരു ഹ്രസ്വ റേഡിയോ ഫ്രീക്വൻസി പൾസ് അയക്കുന്നു. ഈ പൾസ് ഹൈഡ്രജൻ ആറ്റങ്ങളെ കാന്തിക ക്ഷേത്രവുമായി വിന്യസിക്കുന്നതിൽ നിന്ന് പുറത്താക്കും. റേഡിയോ ഫ്രീക്വൻസി പൾസ് ഓഫ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ അവയുടെ യഥാർത്ഥ വിന്യാസത്തിലേക്ക് മടങ്ങാൻ തുടങ്ങും. MRI മെഷീനിൽ വലുതും ശക്തവുമായ ഒരു കാന്തമുണ്ട്. അത് രോഗിക്ക് ചുറ്റും ശക്തമായ കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുന്നു. ഈ കാന്തിക മണ്ഡലം സാധാരണയായി ടെസ്ല അഥവാ T എന്ന യൂണിറ്റിൽ അളകുന്നു. സാധാരണ MRI സ്കാനറുകൾ 1.5 T മുതൽ 3 T വരെയുള്ള ഫീൽഡുകൾ ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും ചില നൂതന യന്ത്രങ്ങൾ ഉയർന്ന ഫീൽഡുകൾ ഉപയോഗിക്കുന്നു, 7 T അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഈ കാന്തിക ക്ഷേത്രം ശരീരത്തിലെ പ്രോട്ടോണുകളെ, മിക്കവാറും ഹൈഡ്രജൻ ആറ്റങ്ങളിൽ നിന്നായിരിക്കാം, ഫീൽഡുമായി വിന്യസിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യ ശരീരം കൂടുതലും ജലമായതിനാൽ അവയിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ കാന്തിക ക്ഷേത്രം ശരീരത്തിന്റെ തന്മാത്രകളുടെ വലിയൊരു ഭാഗത്തെ ബാധിക്കുന്നു. ഘട്ടം 3-ൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ പുനഃസ്ഥാപിക്കുമ്പോൾ അവ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നു. ഈ സിഗ്നലുകൾ കണ്ടെത്തുന്ന കോയിലുകൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക ആന്റിനകൾ MRI മെഷീനിലുണ്ട്. സിഗ്നലുകളുടെ ആവൃത്തിയും സമയവും ടിഷ്യൂവിന്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ നൽകുന്നു. ശരീരത്തിലെ വ്യത്യസ്ത ടിഷ്യൂകൾ, പേശികൾ, അവയവങ്ങൾ, കൊഴുപ്പ്, ദ്രാവകങ്ങൾ വ്യത്യസ്ത സിഗ്നലുകൾ തിരികെ അയക്കും. കാരണം അവയിൽ വ്യത്യസ്ത അളവിൽ വെള്ളം അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഓരോ തരം ടിഷ്യൂകളിലും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു. MRI മെഷീൻ കണ്ടെത്തുന്ന സിഗ്നലുകൾ ഡിജിറ്റൽ ഡാറ്റയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും. ഒരു കമ്പ്യൂട്ടർ ഈ ഡാറ്റ പ്രോസസ് ചെയ്യുകയും പ്രോട്ടോണുകൾ വിവിധ ടിഷ്യൂകളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു ചിത്രം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വെള്ളമുള്ള ടിഷ്യൂകൾ, മസ്തിഷ്കം അല്ലെങ്കിൽ പേശികൾ പോലെ കൂടുതൽ വെള്ളമുള്ള ടിഷ്യൂകൾ ശക്തമായ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നു. കൊഴുപ്പും അസ്ഥിയും വ്യത്യസ്ത സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നു. ഇത് വ്യത്യസ്ത ഇമേജ് കോൺട്രാസ്റ്റുകൾക്ക് കാരണമാകുന്നു. MRI ചിത്രങ്ങൾ പലപ്പോഴും സ്ലൈസുകളായിട്ടാണ് കാണിക്കുന്നത്. അവ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. ഉദാഹരണം ആക്സിയൽ, കൊറോണൽ, സാഗിറ്റൽ. ഘട്ടം 4-ൽ ഈ സിഗ്നലുകളെ ശേഖരിച്ച് ഒരു കമ്പ്യൂട്ടറിലേക്ക് അയക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിന്റെ വിശദമായ ക്രോസ് സെക്ഷണൽ ഇമേജുകൾ സൃഷ്ടിക്കുന്നതിന് അവയെ പ്രോസസ് ചെയ്യും. ചിത്രങ്ങൾ നേർത്ത സ്ലൈസുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോന്നും നിങ്ങളുടെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കാണിക്കുന്നു. ഈ സ്ലൈസുകളിൽ നിന്ന് ഒരു ത്രിമാന ചിത്രം രൂപം കൊള്ളുന്നു. സിഗ്നലുകൾ കൂടുതൽ വ്യക്തമായി കിട്ടുകയും കൂടുതൽ മിഴിവോടെയും വ്യക്തമായും കൃത്യമായും ലഭിക്കും. ഘട്ടം 5-ൽ ട്യൂമറുകൾ, വീക്കം അല്ലെങ്കിൽ മുറിവുകൾ എന്നിവ പോലുള്ള അസാധാരണമായ എന്തെങ്കിലും MRI പിക്ചറുകളിൽ ഉണ്ടോ എന്ന് ഒരു റേഡിയോളജിസ്റ്റോ ഡോക്ടറോ ഈ ചിത്രങ്ങൾ നോക്കി അവലോകനം ചെയ്യും. ഈ ചിത്രങ്ങൾ അവിശ്വസനീയമായ കൃത്യതയോടെ രോഗനിർണയം നടത്താൻ ഡോക്ടർമാരെ സഹായിക്കുന്നു. മസ്തിഷ്ക വൈകല്യങ്ങൾ, നട്ടലിന് ക്ഷതങ്ങൾ മുതൽ സന്ധിപ്രശ്നങ്ങൾ, ക്യാൻസർ വരെയുള്ള വിവിധ അവസ്ഥകൾ നിർണ്ണയിക്കാൻ MRI മെഷീനുകൾ ഉപയോഗിക്കുന്നു. ഇത് റേഡിയേഷൻ ഉപയോഗിക്കാത്തതിനാൽ എക്സ്റേ അല്ലെങ്കിൽ CT സ്കാൻ പോലുള്ള മറ്റ് ഇമേജിംഗ് ടെക്നിക്കുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ആവർത്തിച്ചുള്ള ഉപയോഗത്തിനും സുരക്ഷിതമാണ്. MRIകൾ സുരക്ഷിതമാണെങ്കിലും അതിൽ ചില മുൻകരുതലുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ശക്തമായ കാന്തിക വലയം ലോഹവസ്തുക്കളെ തടസ്സപ്പെടും. അതിനാൽ രോഗികൾ MRI മുറിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ലോഹവസ്തുക്കളും നീക്കം ചെയ്യണം. കൂടാതെ ചില ഇംപ്ലാന്റുകൾ, പേസ് മേക്കർ പോലുള്ള ഉപകരണങ്ങൾ എന്നിവ ഘടിപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് MRI ചെയ്യാൻ കഴിയില്ല. ചുരുക്കത്തിൽ MRI സുരക്ഷിതവും ആക്രമണാത്മകമല്ലാത്തതും അവിശ്വസനീയമാമിതം ഉപയോഗപ്രദവുമായ ഒരു ഉപകരണമാണ്. അത് പല അവസ്ഥകളും നിർണ്ണയിക്കാനും നിരീക്ഷിക്കാനും ഡോക്ടർമാരെ സഹായിക്കും. ഇതൊരു മസ്തിഷ്ക സ്കാൻ,
പേശീക്ഷതം അല്ലെങ്കിൽ സന്ധികളുടെ പ്രശ്നം എന്നിവയാണെങ്കിലും MRI മെഷീൻ എന്താണെന്നതിന്റെ ഉൾക്കാഴ്ച നൽകും. നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന എന്തായാലും അതിലൊരു മുറിവ് പോലും വരുത്തേണ്ടതില്ല എന്നുള്ളതാണ് MRI സ്കാനിംഗ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. ഒരു MRI മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി. ലോകമെമ്പാടുമുള്ള രോഗികൾക്ക് മെച്ചപ്പെട്ട പരിചരണവും ചികിത്സയും നൽകാൻ ഡോക്ടർമാരെ സഹായിക്കുന്ന നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് MRI സ്കാനിംഗ്.